ഇടുക്കി ഉപ്പുതറയിൽ കുഞ്ഞു മരിച്ചതിൽ മനം നൊന്ത് അമ്മയും മകനും ജീവനൊടുക്കി. ഉപ്പുതറ കൈതപ്പതാൽ സ്വദേശി ലിജി, മകൻ ബെൻടോം എന്നിവരാണ് മരിച്ചത്. ലിജിയുടെ 28 ദിവസം പ്രായമുള്ള കുഞ്ഞ് മുലപ്പാൽ തൊണ്ടയിൽ കുടുങ്ങി കഴിഞ്ഞ ദിവസം മരിച്ചിരുന്നു. ഇടുക്കി കൈതപ്പതാൽ സ്വദേശി ലിജയെയും 7 വയസ്സുള്ള മകനെയുമാണ് കിണറ്റിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഇരുവരും ആത്മഹത്യ ചെയ്തെന്നാണ് പ്രാഥമിക നിഗമനം. 2 ദിവസം മുൻപ് ലിജയുടെ 28 ദിവസം പ്രായമുള്ള കുഞ്ഞ് തൊണ്ടയിൽ മുലപ്പാൽ കുടുങ്ങിയതിനെ തുടർന്ന് മരിച്ചിരുന്നു. ഇതേ തുടർന്ന് ലിജ മാനസിക സംഘർഷത്തിലായിരുന്നുവെന്ന് ബന്ധുക്കൾ പറയുന്നു. ഇത് ഏറ്റവും മൂത്ത കൊച്ച് മരിച്ചായിരുന്നു. അതിന് രണ്ടാമത്തെ കൊച്ചുണ്ടായിരുന്നു. രണ്ടാമത്തെ കൊച്ചാണ് ഇപ്പം മരിച്ചത്. മൂന്നാമത്തെ കൊച്ച് മിനിഞ്ഞാന്ന് മരിച്ചത്. ബന്ധുക്കൾ രാവിലെ പള്ളിയിൽ പോയ സമയത്താണ് ലിജയും മകനും ജീവനൊടുക്കിയത്. പള്ളിയിൽ നിന്നും തിരികെ വീട്ടിലെത്തി നോക്കിയപ്പോഴാണ് ഇരുവരെയും കിണറ്റിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ന്യൂസ് 18 ഇടുക്കി. തിരുവനന്തപുരം കഠിനംകുളത്ത് തോക്കും മാരകായുധങ്ങളുമായി ഗുണ്ടാ സംഘത്തിലെ 2 പേർ പിടിയിൽ. ഒരാൾ ഓടി രക്ഷപ്പെട്ടു. വർക്കല സ്വദേശി ഷാഹുൽ ഹമീദ്, കണിയാപുരം സ്വദേശി മനാൽ എന്നിവരാണ് പിടിയിലായത്. ചാന്നാങ്കര അണക്കപ്പിള്ള പാലത്തിനു സമീപം ഇന്നലെ രാത്രി 10 മണിയോടെയാണ് സംഭവം. ബൈക്കിലെത്തിയ 3 പേർ റോഡിൽ നിൽക്കുകയായിരുന്ന യുവാക്കളുമായി തർക്കമുണ്ടായി. തുടർന്ന് ഒരാൾ കത്തിയുമായി ആക്രമിക്കാൻ ഇറങ്ങുകയായിരുന്നു. ബഹളം കേട്ട് നാട്ടുകാർ ഇവരെ കീഴ്പ്പെടുത്തുകയായിരുന്നു. കൊട്ടാരക്കര ബ്ലോക്ക് പ്രസിഡന്റായി എ അഭിലാഷിനെ തിരഞ്ഞെടുത്തു. മുൻ ധാരണാപ്രകാരം എം ശിവപ്രസാദ് സ്ഥാനമൊഴിഞ്ഞതോടെയാണ് നെടുമൺകാവ് ഡിവിഷൻ അംഗം എ അഭിലാഷ് ചുമതലയേറ്റത്. തേവലപ്പുറം ഡിവിഷൻ അംഗമായ എം ലീലാമ്മയെ പ്രസിഡന്റാക്കാനായിരുന്നു CPMലെ മുൻ ധാരണ. എന്നാൽ ആരോഗ്യകരമായ കാരണങ്ങളാൽ ലീലാമ്മ ഒഴിഞ്ഞതോടെ അഭിലാഷിനെ പ്രസിഡന്റാക്കി പാർട്ടി തീരുമാനിക്കുകയായിരുന്നു. 13 അംഗ ബ്ലോക്കിൽ CPM 6, CPI 5, കോൺഗ്രസ് 2 എന്നിങ്ങനെയാണ് കക്ഷിനില. കുമളയിൽ 16-കാരിയായ സ്കൂൾ വിദ്യാർത്ഥിനി പ്രസവിച്ചു. ഇന്ന് രാവിലെയായിരുന്നു സംഭവം. വീട്ടുകാർ അറിയിച്ചതിനെ തുടർന്ന് പോലീസ് എത്തി അമ്മയെയും കുഞ്ഞിനെയും ആശുപത്രിയിലേക്ക് മാറ്റി. മാതാപിതാക്കളുടെ പരാതിയിൽ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. പെൺകുട്ടിയുടെ മുൻ സഹപാഠിക്കായി പോലീസ് അന്വേഷണം തുടരുകയാണ്. വേനൽ മഴയിലും കാറ്റിലും മലപ്പുറം വണ്ടൂരിൽ വ്യാപക നാശം. തിരുവാലി, വണ്ടൂർ, മാമ്പാട് പഞ്ചായത്തിലാണ് നാശനഷ്ടം ഏറെ. വിളവെടുപ്പിന് 1 മാസം ബാക്കി നിൽക്കെയാണ് കാറ്റിലും മഴയിലും വ്യാപകമായി കൃഷി നശിച്ചത്. വണ്ടൂർ കാപ്പിൽ സ്വദേശി പാലൻപടിയൻ ഷമീറിന്റെ 150ഓളം വാഴകൾ നശിച്ചു. മൂപ്പെത്താത്തതിനാൽ വാഴക്കുലകൾ ഒന്നിനും ഉപയോഗിക്കാനാകില്ല. 30,000 രൂപയുടെ നഷ്ടം വന്നതായി കർഷകൻ പറയുന്നു. ഇന്നലെ വൈകിട്ട് കാറ്റിലും മഴയിലും അന്ന് കാലിൽ നഷ്ടപ്പെട്ട വാഴയാണ്. 150ഓളം വാഴ ഒടിഞ്ഞിട്ടുണ്ട്. 30,000 നഷ്ടം സംഭവിച്ചെന്ന് വിചാരിക്കുന്നു. തൊട്ടടുത്തായി കപ്പ കൃഷിക്കും നാശം വന്നിട്ടുണ്ട്. മഴ പെയ്തത് കർഷകർക്ക് ആശ്വാസമാണെങ്കിലും കൃഷിനാശം വലിയ പ്രതിസന്ധിയാണ് ഉണ്ടാക്കുന്നത്. ന്യൂസ് 18 മലപ്പുറം. ഇടുക്കിയിൽ വീണ്ടും അരിക്കൊമ്പന്റെ ആക്രമണം. പൂപ്പാറ തലക്കുളത്ത് ചരക്ക് ലോറിക്ക് നേരെയാണ് ആനയുടെ ആക്രമണം. മൂന്നാറിലേക്ക് പലചരക്ക് സാധനങ്ങളുമായി എത്തിയതായിരുന്നു ലോറി. വാഹനത്തിലുണ്ടായിരുന്ന അരിയും പഞ്ചസാരയും ആന ഭക്ഷിച്ചു. ആനയെ കണ്ടതിനെ തുടർന്ന് വാഹനത്തിലുണ്ടായിരുന്നവർ ഇറങ്ങി ഓടി രക്ഷപ്പെടുകയായിരുന്നു. മൂന്നാറിൽ വീണ്ടും കാട്ടുപോത്തിന്റെ ആക്രമണം. തോട്ടം തൊഴിലാളിക്ക് പരുക്കേറ്റു. നല്ലതണ്ണി വെസ്റ്റ് ഡിവിഷനിലെ മോഹനനാണ് പരുക്കേറ്റത്. നെറ്റിയിലും പുറത്തും വയറ്റിലും പരുക്കേറ്റു. മോഹനനെ മൂന്നാർ ജനറൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. മേഖലയിൽ കാട്ടുപോത്തിന്റെ സാന്നിധ്യം പതിവാണ്. കരിപ്പൂരിൽ കസ്റ്റംസിന്റെ സ്വർണവേട്ട. 2 പേരിൽ നിന്നായി 1 കോടിയിലേറെ രൂപയുടെ സ്വർണം പിടിച്ചു. 2 കിലോയോളം സ്വർണമാണ് പിടികൂടിയത്. താമരശ്ശേരി സ്വദേശിയായ രായരുകണ്ടി റാഷിക്കിൽ നിന്നും അരീക്കോട് സ്വദേശിയായ പാമ്പോടൻ മുനീറിൽ നിന്നുമാണ് സ്വർണം പിടിച്ചത്. കരിപ്പൂരിൽ രേഖകളില്ലാതെ കടത്താൻ ശ്രമിച്ച 8 ലക്ഷം രൂപയുടെ വിദേശ കറൻസി കസ്റ്റംസ് പിടികൂടി. സ്പൈസ് ജെറ്റ് എയർലൈൻസ് വിമാനത്തിൽ ദുബായിലേക്ക് പോകാനെത്തിയ വടകര സ്വദേശിയായ മാദലൻ സെർബിയിൽ ആണ് കറൻസിയുമായി പിടിയിലായത്. ബാഗിനുള്ളിൽ ഒളിപ്പിച്ചു കടത്തുകയായിരുന്നു ശ്രമം. ഇടുക്കിയിൽ കാട്ടാനശല്യം രൂക്ഷമായ മേഖലകളിലെ തൊഴിലാളി ലയങ്ങൾക്കു ചുറ്റും സോളാർ ഫെൻസിംഗ് ഒരുക്കണമെന്ന ആവശ്യം. പന്നിയാറിലെ തൊഴിലാളി ലയങ്ങളോട് ചേർന്ന് കാട്ടാനകൾ എത്തുന്നത് പതിവാണ്. തുടർച്ചയായ ആക്രമണങ്ങൾ മൂലം ഭയന്നു വിറച്ചാണ് തൊഴിലാളികൾ ലയങ്ങളിൽ കഴിയുന്നത്. ഇടുക്കിയിൽ കാട്ടാനശല്യം അതിരൂക്ഷമായ മേഖലകളാണ് ചിന്നക്കനാൽ, ശാന്തൻപാറ പഞ്ചായത്തുകൾ. ഇവിടെ ഏറ്റവുമധികം ആക്രമണമുണ്ടായിട്ടുള്ളത് പന്നിയാർ എസ്റ്റേറ്റിലാണ്.
മിക്ക ദിവസങ്ങളിലും ഇവിടെ കാട്ടാനകൾ എത്താറുണ്ട്. അരിക്കൊമ്പന്റെ തുടർച്ചയായ ആക്രമണം മൂലം പന്നിയാറിലെ റേഷൻ കട തകർന്നിരുന്നു. പിന്നീട് കടയ്ക്ക് ചുറ്റും സോളാർ ഫെൻസിംഗ് ഒരുക്കി. തകർന്ന കെട്ടിടത്തിന് പകരം പുതിയത് ഉടൻ നിർമ്മിക്കുമെന്ന് HML കമ്പനി ഉറപ്പു നൽകിയിട്ടുണ്ട്. എന്നാൽ കഴിഞ്ഞ ദിവസം മേഖലയിലെത്തിയ അരിക്കൊമ്പൻ ലേബർ ക്യാന്റീൻ തകർത്തു. ഇതിനോട് ചേർന്നുള്ള ലയങ്ങൾക്ക് നേരെ ആക്രമണം ഉണ്ടാകുമോ എന്ന ആശങ്കയിലാണ് തൊഴിലാളികൾ. ഭയന്ന് വിറച്ചാണ് പ്രദേശവാസികൾ രാത്രി കഴിച്ചുകൂട്ടുന്നത്. തൊഴിലാളികൾ താമസിക്കുന്ന എല്ലാ ക്വാർട്ടേഴ്സിലും ഞങ്ങൾക്ക് ചുറ്റിലും അതുപോലെ ഒരു സുരക്ഷയില്ല. അപ്പം ഞങ്ങൾ താമസിക്കുന്ന ഭാഗം ചുറ്റിലും ഒരു ഫെൻസിങ് ഇട്ടു തരുവാണെങ്കിൽ ഞങ്ങൾക്ക് ഒരു നല്ല സുരക്ഷിതം ഉണ്ടാകുന്ന ഞങ്ങളുടെ ഒരു ഇത്. അതുപോലെ കാട്ടുപന്നിയിലും വന്യമൃഗങ്ങളുടെ ശല്യം ഭയങ്കര ശല്യം. രാത്രി ഒരു 7 മണി ആയി കഴിഞ്ഞാൽ പുറത്ത് ഇറങ്ങാവുന്ന ഒരു അവസ്ഥയാണ് ഞങ്ങൾക്ക് ഇവിടെ. പന്നിയാറിന് പുറമെ തുടർച്ചയായി ആന ആക്രമിക്കുന്ന ആനയിറങ്കലിലെ റേഷൻ കടയ്ക്ക് ചുറ്റും ഫെൻസിംഗ് ഒരുക്കാനുള്ള നീക്കം തൊഴിലാളികൾ തടഞ്ഞു. മേഖലയിലെ ലയങ്ങളുടെയും സുരക്ഷ ഉറപ്പാക്കി സോളാർ ഫെൻസിംഗ് സ്ഥാപിക്കണമെന്നാണ് ഇവരുടെ ആവശ്യം. ന്യൂസ് 18 ഇടുക്കി. ഇടുക്കി പൂപ്പാറയിൽ വാഹനാപകടത്തിൽ അച്ഛനും മക്കൾക്കും പരുക്കേറ്റു. പൂപ്പാറ മുള്ളംതണ്ട് സ്വദേശി രാജേഷിനും 2ഉം 3ഉം പ്രായമുള്ള കുട്ടികൾക്കുമാണ് പരുക്കേറ്റത്. രാവിലെ 10:30യോടെയാണ് അപകടം. റോഡരികിൽ നിൽക്കുകയായിരുന്ന ഇവരെ നിയന്ത്രണം വിട്ടെത്തിയ ഓട്ടോറിക്ഷ ഇടിച്ചു തെറിപ്പിക്കുകയായിരുന്നു. മൂവരെയും പൂപ്പാറയിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ച് പ്രാഥമിക ചികിത്സ നൽകിയ ശേഷം തേനി മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി. പാലക്കാട് ബേക്കറിയിൽ നിന്ന് കാരുണ്യ സഹായത്തിനായി സ്ഥാപിച്ച പണപ്പെട്ടി മോഷണം പോയി. സ്റ്റേഡിയം സ്റ്റാൻഡിലെ ബേക്കറിയിലെ പണപ്പെട്ടിയാണ് മോഷണം പോയത്. മോഷ്ടാവ് പെട്ടി കവരുന്ന ദൃശ്യങ്ങൾ CCTVയിൽ പതിഞ്ഞു. സ്വന്തമായി ചങ്ങാട വീട് നിർമ്മിച്ച് കാസർഗോട്ടെ ഇരട്ട സഹോദരങ്ങൾ. കാസർഗോഡ് മല്ലം മുണ്ടപ്പള്ളം സ്വദേശികളായ ആദർശും ആകാശുമാണ് ഈ മുളച്ചങ്ങാടം നിർമ്മിച്ചത്. +1 വിദ്യാർത്ഥികളായ ആദർശും ആകാശും നിർമ്മിച്ച മുളച്ചങ്ങാടത്തിൽ ഒരു ആഡംബര ബോട്ടിലെ എല്ലാ സൗകര്യവുമുണ്ട്. 5 മീറ്റർ നീളവും 2 മീറ്റർ ഉയരത്തിലും വീതിയിലും നിർമ്മിച്ച ചെങ്ങാട വീട് ഇപ്പോൾ മധുരവാഹിനി പുഴയിൽ ഒരു കൗതുക കാഴ്ച കൂടിയാണ്. എല്ലാ വർഷവും വാഴത്തണ്ട് കൊണ്ടുള്ള ചങ്ങാടം നിർമ്മിച്ച് പുഴയുടെ ഇരുവശവുമുള്ള പറമ്പിൽ നിന്ന് തേങ്ങയും അടയ്ക്കയും ശേഖരിക്കാറുണ്ട്. ഇക്കുറി ഒരു വ്യത്യസ്തതയ്ക്ക് വേണ്ടിയാണ് മുളച്ചങ്ങാട വീട് നിർമ്മിച്ചത്. കാട്ടിലെ മഞ്ഞമുളയും പാഴ്വസ്തുക്കളും ഉപയോഗിച്ചാണ് ചങ്ങാടം നിർമ്മിച്ചത്. 20 ലിറ്റർ വെള്ളം ഉൾക്കൊള്ളുന്ന 20 പ്ലാസ്റ്റിക് ബോട്ടിലുകൾ ചങ്ങാടത്തിൽ കെട്ടിവെച്ചു. ഇതിൽ 10 പേർക്ക് ഒരേ സമയം സഞ്ചരിക്കാനാകും. നല്ല അഭിപ്രായം. ആദ്യം ഇങ്ങനെ അമ്മലെ ഉണ്ടാക്കുന്നെന്ന് വിചാരിച്ചോണ്ടേനി ആയപാട് വിചാരിച്ചു ഭയങ്കര അടിപൊളിയായി സപ്പോർട്ട്. ചങ്ങാത്തിയൊക്കെ വരെ ഇങ്ങനെ ചെയ്യാൻ മനസ്സിലായിരുന്നില്ല, അവർക്ക് പുറത്ത് ഇറങ്ങാനേ മനസ്സിലായിരുന്നില്ല. നല്ല രസമുണ്ട് നല്ല പറയുന്നു. വാഴത്തടിയും കൗങ്ങിൻ കഷ്ണങ്ങളും ഉപയോഗിച്ചാണ് 2 വർഷം മുൻപ് ആദ്യ ചങ്ങാടം നിർമ്മിച്ച് പരീക്ഷണം നടത്തിയത്. 2 ആൾ പൊക്കത്തിൽ വെള്ളമുള്ള പുഴയിൽ ഇത് സുരക്ഷിതമല്ലെന്ന് തോന്നിയതിനാലാണ് മുള കൊണ്ടുള്ള ചങ്ങാടം നിർമ്മിക്കാൻ തീരുമാനിച്ചത്. ആദർശ് ചെർക്കള GHSലെയും ആകാശ് എടനീർ GSHSലെയും വിദ്യാർത്ഥികളാണ്. മാതാപിതാക്കളായ ബാലകൃഷ്ണനും ഗീതയും ഇവരുടെ പരിശ്രമത്തിന് എല്ലാ പ്രോത്സാഹനവും നൽകുന്നുണ്ട്. ന്യൂസ് 18 കാസർഗോഡ്. വിവാഹ നിശ്ചയത്തിൽ വരനെത്താത്തതിൽ മനം നൊന്ത് യുവതി ആത്മഹത്യ ചെയ്തതിൽ അന്വേഷണം ആവശ്യപ്പെട്ട് ബന്ധുക്കൾ പോലീസ് സ്റ്റേഷൻ മാർച്ച് നടത്തി. സംയുക്ത സമരസമിതിയുടെ നേതൃത്വത്തിൽ കൊട്ടാരക്കര DYSP ഓഫീസിലേക്കായിരുന്നു മാർച്ച്. 2 ആഴ്ച പിന്നിട്ടും മരണത്തിന് കാരണക്കാരായ യുവാവിനെ അറസ്റ്റ് ചെയ്യാത്തതിൽ പ്രതിഷേധിച്ചായിരുന്നു മാർച്ച്. വനം വകുപ്പ് നടപടികളിൽ വലഞ്ഞ ഇടുക്കി മുണ്ടൻമുടി നാരങ്ങാനം പ്രദേശത്തെ കർഷകർ. 50ലേറെ വർഷമായി ഇവിടെ താമസിക്കുന്നവർക്ക് കൈവശ ഭൂമിയിൽ കൃഷിക്കായി ഭൂമി പാകപ്പെടുത്താനോ കുഴിയെടുക്കാനോ മണ്ണിളക്കാനോ കഴിയാത്ത സ്ഥിതിയാണ്.
1980-81 കാലയളവിൽ ജോയിന്റ് വെരിഫിക്കേഷൻ നടത്തി വനഭൂമിയും കൃഷിഭൂമിയും ജണ്ട കെട്ടി വേർതിരിച്ചുള്ള പ്രദേശമാണ് ഇവിടം. ഇതിൽ ജോയിന്റ് വെരിഫിക്കേഷനിൽപ്പെടാത്ത 200ഓളം കുടുംബങ്ങളാണ് വനം വകുപ്പിനെതിരെ പ്രതിഷേധമുയർത്തുന്നത്. വനം വകുപ്പ് പ്രതികാര നടപടി സ്വീകരിക്കുന്നുവെന്നാണ് കർഷകരുടെ ആരോപണം. ഇതുമൂലം കൃഷി ചെയ്യാൻ സാധിക്കാത്ത അവസ്ഥയിലാണ് മുണ്ടൻമുടി നാരങ്ങാനം പ്രദേശത്തെ കർഷകർ. 50ലധികം വർഷമായി താമസിച്ചുവരുന്ന കൈവശ ഭൂമിയിൽ കൃഷി ആവശ്യത്തിന് ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല. തൊഴിലുറപ്പ് പദ്ധതി ഉൾപ്പെടെ വനംവകുപ്പ് തടഞ്ഞതോടെ അവരും പ്രതിസന്ധിയിലാണ്. ഓരോ അകാരണമായ കാരണങ്ങളാൽ നമ്മളൊരു റബ്ബർ വെട്ടിയാൽ ആ വെട്ടുന്ന റബ്ബർ നമുക്ക് വെട്ടാൻ സാധിക്കാതെ അത് തോട്ടം മുറിച്ച് റീപ്ലാന്റ് ചെയ്താൽ ജനങ്ങളെ ശല്യപ്പെടുത്തുന്നു. നിരന്തരമായ അത്തരത്തിലുള്ള കേസെടുക്കുന്നു. JCB വന്ന് പണിതാൽ ആ JCBക്കാരനെ വിളിച്ച് ശല്യം ചെയ്യുന്നു. ത്രിതല പഞ്ചായത്തുകളുടെ റോഡ് നിർമ്മാണം നാരങ്ങാനം മേഖലയിൽ പാടെ തടഞ്ഞിരിക്കുകയാണെന്ന് പ്രദേശവാസികൾ പറയുന്നു. എല്ലാവിധ നിർമ്മാണ പ്രവർത്തനങ്ങളും ഇവിടെ തടഞ്ഞു. ഇതുമൂലം നിർധന വിഭാഗത്തിനുള്ള വീട് നിർമ്മാണം ഉൾപ്പെടെ നിലച്ച അവസ്ഥയാണെന്നും പരാതിയുണ്ട്. ഈ പ്രദേശങ്ങളിൽ ഫോറസ്റ്റുകാരുടെ നിരന്തര ശല്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് പുതിയതായിട്ടൊരു വീട് വയ്ക്കുന്നതിനോ ലൈഫിൻ്റെ ഒരു വീട് പണിയുന്നതിനോ അതുപോലെ നമ്മുടെ മറ്റ് നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തുന്നതിന് ഫോറസ്റ്റുകാർ തടസ്സം നീക്കുന്നു. നമ്മുടെ പറമ്പിലുള്ള റബ്ബർ മരങ്ങൾ വെട്ടി റീപ്ലാന്റ് ചെയ്യുന്നതിന് അവർ സമ്മതിക്കുന്നില്ല. അവരുടെ പേരിൽ കേസെടുക്കാനായിട്ട് തുനിയുകയാണ്. വനം വകുപ്പിന്റെ ഏകപക്ഷീയ നടപടിക്ക് തടയിടാൻ സർക്കാർ ഇടപെടൽ വേണമെന്നാണ് കർഷകരുടെ ആവശ്യം. സംയുക്ത പരിശോധനയിലെ അപാകതകൾ പരിഹരിച്ച് കർഷകർക്ക് ഉപാധിരഹിത പട്ടയം അനുവദിക്കണമെന്നും ഇവർ പറയുന്നു. ആവശ്യമറിയിച്ച് വനം റവന്യൂ മന്ത്രിമാർക്ക് നിവേദനം നൽകി കാത്തിരിക്കുകയാണ് പ്രദേശവാസികൾ. ന്യൂസ് 18 തൊടുപുഴ. 1.5 ഏക്കറിൽ നടത്തിയ പയർ കൃഷി വിജയമായതിന്റെ സന്തോഷത്തിലാണ് ഇടുക്കിയിലെ കർഷകൻ. കട്ടപ്പന സ്വദേശി ബിജുവാണ് പയർ കൃഷി ചെയ്യുന്നത്. കണ്ണിന് കുളിർമ നൽകുന്ന കാഴ്ചയാണ് ഈ കൃഷിയിടം. 1.5 ഏക്കറോളം ഭൂമിയിൽ നിറഞ്ഞു നിൽക്കുന്ന പയർ കൃഷി. കട്ടപ്പന ഇരട്ടയാർ സ്വദേശി ബിജുവിന്റെ കൃഷിത്തോട്ടത്തിൽ വ്യത്യസ്തതകൾ ഏറെയുണ്ട്. കൃഷിയോടുള്ള താൽപര്യമാണ് 8 വർഷമായി ഈ മേഖലയിൽ സജീവമായി നിൽക്കാൻ ബിജുവിനെ പ്രേരിപ്പിക്കുന്നത്. വള്ളിപ്പയറും ബീൻസും എല്ലാമുണ്ട് ഈ കൃഷിയിടത്തിൽ. മാത്രമല്ല ഏലവും മറ്റ് നാണ്യവിളകളും ബിജു വളർത്തുന്നു. പൂർണ്ണമായും ഒരു കൃഷിയും ജൈവരീതിയിൽ ചെയ്യാൻ കഴിയില്ല എന്നാണ് ബിജുവിന്റെ വാദം. പയർ ചെടികൾ വളരുമെങ്കിലും കീടബാധകളെ തുരത്താൻ രാസവളങ്ങൾ ചെറിയ തോതിൽ ഉപയോഗിക്കേണ്ടതായി വരുമെന്നും ബിജു പറയുന്നു. ഇപ്പോൾ 125 കിലോയോളം പയർ ലഭിക്കുന്നുണ്ട്. സീസണിൽ 300 കിലോ വരെ കിട്ടും. ഇപ്പോൾ ഇത് ഒരു 1.5 ഏക്കറോളം അടുത്ത് പയർ കൃഷി ചെയ്യുന്നുണ്ട്. ഇത് ഒരു കൃഷിയോടുള്ള ഒരു താല്പര്യവും ഒരു പ്രത്യേക ഒരു ഇതുള്ളത് കൊണ്ടാണ് ഇതിനകത്ത് ചെയ്യുന്നത്. അല്ല മെച്ചപ്പെട്ട ഒരു ലാഭകരമായ കൃഷിയാണെന്ന് തോന്നുന്നില്ല. കാരണം ഇതിന് നമുക്ക് തുച്ഛമായ വിലയാണ് ലഭിക്കുന്നത്. വിലയിടിവ് വലിയൊരു പ്രശ്നമാണ്. അപ്പം നമുക്ക് വില ഇടിവ് കിട്ടുമ്പോൾ കുറഞ്ഞു വരുമ്പോഴും സാധാരണ ജനങ്ങൾക്ക് ഉപഭോക്താക്കൾക്ക് ആനുകൂല്യം കിട്ടുന്നില്ല എന്നുള്ളതാണ് ഒരു പ്രശ്നം. അവർക്ക് ഇപ്പോഴും മുന്തിയ വില കൊടുത്താണ് അവരിത് മേടിച്ച് ഉപയോഗിക്കുന്നത്. വിലക്കുറവും ഈ മേഖലയ്ക്ക് വലിയ പ്രതിസന്ധി ഉണ്ടാക്കുന്നു. 35 രൂപയാണ് 1 കിലോയ്ക്ക് ലഭിക്കുന്ന വില. ചിലവ് അതിലേറെയും. എന്നാൽ പ്രതിസന്ധികൾ വന്നാലും കൃഷി ഉപേക്ഷിക്കില്ലെന്ന നിലപാടിലാണ് ഈ കർഷകൻ. ന്യൂസ് 18 ഇടുക്കി. കാർഷിക സംസ്കൃതിയുടെ സ്മരണ ഉയർത്തി പത്തനംതിട്ട ഓമല്ലൂർ വയൽ വാണിഭത്തിന് തുടക്കമായി. ഉൽപ്പന്ന കൈമാറ്റ വ്യവസ്ഥ നിലനിന്ന കാലത്ത് ആരംഭിച്ച കാർഷിക വിപണന മേള ഡിജിറ്റൽ പണമിടപാടിന്റെ കാലത്തും വ്യത്യാസം വരുത്താതെയാണ് ഓമല്ലൂർ പഞ്ചായത്ത് സംഘടിപ്പിച്ചിട്ടുള്ളത്. മധ്യ തിരുവിതാംകൂറിലെ ഏറ്റവും വലിയ കാർഷിക പ്രദർശന വിപണന മേളകളിൽ ഒന്നാണ് ഓമല്ലൂർ വയൽ വാണിഭം. 6 നൂറ്റാണ്ടുകൾക്ക് മുൻപ് ആരംഭിച്ച കാർഷിക വിപണന മേളയിൽ കാർഷിക ഉൽപ്പന്നങ്ങളുടെയും കന്നുകാലികളുടെയും കൈമാറ്റമായിരുന്നു ആദ്യഘട്ടത്തിൽ വയൽ വാണിഭത്തിൽ ഉണ്ടായിരുന്നത്. കാർഷിക ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്ന നിരവധി പണിയായുധങ്ങളുടെ പ്രദർശനവും വിൽപ്പനയും മേളയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഉൽപ്പന്നങ്ങളുടെ കൈമാറ്റ വ്യവസ്ഥയിൽ ആരംഭിച്ച കാർഷിക മേള വിവിധ നാണയങ്ങളുടെയും കറൻസിയുടെയും കാലവും കടന്ന് ഡിജിറ്റൽ പണമിടപാടിന്റെ കാലത്തും പാരമ്പര്യ തനിമ നിലനിർത്തിയാണ് സംഘടിപ്പിച്ചിട്ടുള്ളത്. പഴയ കാലത്ത് നിന്ന് ഒരുപാട് മാറ്റം ലോകത്ത് സംഭവിച്ചു. ഇന്ന് ഡിജിറ്റൽ യുഗമാണ്. കടയിൽ സാധനം വാങ്ങുമ്പോൾ തന്നെ നമുക്കറിയാം ആ ഡിജിറ്റൽ യുഗത്തിലേക്കാണ് പുതിയ തലമുറ വന്നിരിക്കുന്നത്. ആ ഡിജിറ്റൽ യുഗം വന്നിട്ട് പോലും പഴയ തനിമ നിലനിർത്താൻ ഓമല്ലൂർ വയൽ വാണിഭത്തിന് കഴിയുന്നു എന്നുള്ളതാണ് ഓമല്ലൂർ ഗ്രാമപഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം ഓമല്ലൂരിലെ നിവാസികളെ സംബന്ധിച്ചോളം ഏറ്റവും വലിയ സന്തോഷം. പുതുതലമുറയ്ക്ക് അന്യമായ അരകല്ല്, ആട്ടുകല്ല്, ഇടികല്ല്, അടച്ചട്ടി, ചീനച്ചട്ടി, മത്ത്, പറ, ചങ്ങഴി, നാഴി തുടങ്ങി വിവിധ ഇനം മൺപാത്രങ്ങൾ, പഴയതും പുതിയതുമായ പണിയായുധങ്ങൾ,
കാർഷികോൽപ്പന്നങ്ങൾ എന്നിവയെല്ലാം വയൽവാണിഭത്തിലുണ്ട്. ഓമല്ലൂർ പഞ്ചായത്തിലെ കർഷകർ ഉൽപ്പാദിപ്പിച്ച വിവിധയിനം കാർഷികോൽപ്പന്നങ്ങളുടെ പ്രദർശനവും മേളയുടെ ഭാഗമായി ഒരുക്കിയിട്ടുണ്ട്. ന്യൂസ് 18 പത്തനംതിട്ട. വില്യം ഷേക്സ്പിയറുടെ മാക്ബത്തിന് മറ്റൊരു മലയാള പരിഭാഷ കൂടി. നാടകകൃത്തും ചലച്ചിത്ര സംവിധായകനുമായ ഡോക്ടർ KVA പ്രസാദാണ് മൊഴിമാറ്റം നടത്തുന്നത്. ലോകത്ത് പ്രാദേശിക ഭാഷകളിലേക്ക് ഏറ്റവും കൂടുതൽ പരിഭാഷ ചെയ്യപ്പെട്ട കൃതികളിലൊന്നാണ് ഷേക്സ്പിയറിന്റെ മാക്ബത്ത്. മൂലകൃതിയിൽ നിന്ന് പ്രാദേശിക ഭാഷകളിലേക്ക് ഭാഷാന്തരം ചെയ്യപ്പെട്ടതിലേറെയും സ്വതന്ത്ര തർജ്ജമകളായിരുന്നു. മലയാളത്തിൽ മുമ്പുണ്ടായിട്ടുള്ള വിവർത്തനങ്ങളിൽ നിന്ന് വ്യത്യസ്തതയുള്ളതാണ് ഡോക്ടർ KVA പ്രസാദിന്റെ തർജ്ജമ. 1992 വെറുതെ ഞങ്ങളിത് ഞാനൊന്ന് തർജ്ജമ ചെയ്യണമെന്ന് വിചാരിച്ചു. ഒരു പുസ്തകം, ഒരു മലയാളം പുസ്തകം വായിച്ചപ്പോൾ ഇതിൻ്റെ പ്രധാന തർജ്ജമ വായിച്ചപ്പോൾ എനിക്ക് തോന്നി ഇതൊരു സ്വതന്ത്ര വിവർത്തനം ചെയ്താൽ എന്താണെന്നൊരു തോന്നലുണ്ടായി. കാലോചിതമായ സംഭാഷണ ശൈലികളും കേരളീയ തനിമയുള്ള പദപ്രയോഗങ്ങളും കൃതിയിൽ വരുത്തിയതായി പ്രസാദ് പറയുന്നു. മാക്ബത്ത് മലയാളത്തിന്റെ സാധാരണ വായനക്കാരന് വേണ്ടിയാണ് പ്രസാദ് തർജ്ജമ ചെയ്തതെന്ന് അവതാരികയിൽ പിരപ്പൻകോട് മുരളി എഴുതുന്നു. ഡോക്ടർ രാജവാര്യരാണ് രണ്ടാമത്തെ അവതാരിക എഴുതിയത്. നിരവധി നാടകങ്ങൾ രചിച്ചിട്ടുള്ള പ്രസാദ് ഒരു സിനിമ സംവിധാനം ചെയ്തിട്ടുണ്ട്. മാക്ബത്ത് മലയാള പരിഭാഷാ പുസ്തകം വടകരയിൽ മാർച്ച് 20 പ്രകാശനം ചെയ്യും. ന്യൂസ് 18 വടകര. കയർ ഭൂവസ്ത്രം തോട്ടിൽ വിരിച്ച് സംരക്ഷണ കവചം തീർത്ത ഇടുക്കി ഉപ്പുതറ പഞ്ചായത്തിന്റെ പ്രവർത്തനത്തിന് ഇടുക്കി ജില്ലാ കളക്ടറുടെ പ്രശംസ. ഹരിത കേരള മിഷന്റെ ഇനി ഞാൻ ഒഴുകട്ടെ പദ്ധതിയുടെ ഭാഗമായി തൊഴിലുറപ്പ് പദ്ധതിയിൽ 937 തൊഴിൽ ദിനങ്ങൾ സൃഷ്ടിച്ചാണ് പ്രവർത്തനം പൂർത്തീകരിച്ചത്. ഹരിത കേരള മിഷന്റെ ആഭിമുഖ്യത്തിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ സഹകരണത്തോടെ നടപ്പിലാക്കുന്ന പദ്ധതിയാണ് ഇനി ഞാൻ ഒഴുകട്ടെ. പുഴകളുടെയും തോടുകളുടെയും സുഗമമായ ഒഴുക്കും ഇവയുടെ സംരക്ഷണവുമാണ് ഉദ്ദേശിക്കുന്നത്. തൊഴിലുറപ്പ് പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് പ്രവർത്തനം. പദ്ധതി വിജയകരമായി പൂർത്തീകരിച്ച ഇടുക്കി ഉപ്പുതറ പഞ്ചായത്തിലെ 14-ാം വാർഡ് കരിന്തിരിയിലെ തോട് സംരക്ഷണ പ്രവർത്തനമാണ് ശ്രദ്ധേയമായത്. ഇടുക്കി ജില്ലാ കളക്ടർ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ പ്രശംസിക്കുകയും